ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ SSR 2024 ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, സെലക്ഷൻ പ്രോസസ്സ്, ഹൗ ടു അപ്ലൈ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്ത്യൻ നേവിയിലേക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ നേവിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അഗ്നിവീർ SSR ആണ്. 2024 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പം ഇനി ഫസ്റ്റ് നമ്മളിതിൽ നോക്കുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. എലിജിബിലിറ്റി കണ്ടീഷൻസ് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് അൺമാരീഡ് ആയിട്ടുള്ള മെയിലിനും അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിലിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അഗ്നിവീർ SSR 2024 ബാച്ച്. ഇനി അതിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ ഫസ്റ്റ് പറയുന്നത് ക്വാളിഫൈഡ് ഇൻ +2 വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഫ്രം ബോർഡ് ഓഫ് സ്കൂൾ recognized by Ministry of Education, Government of India with a minimum 50% mark in aggregate. അപ്പോൾ ഇവിടെ പറയുന്നത് +2 മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചവർക്ക് ഈ ഒരു അഗ്നിവീർ SSR 2024 ബാച്ചിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 years ഡിപ്ലോമ കോഴ്സ് ഇൻ എൻജിനീയറിംഗ്, അതായത് പോളിടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും NCVT SCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു SSRലേക്ക് അപ്ലൈ ചെയ്യാം. അതിലും 50% മാർക്ക് ടോട്ടലായിട്ട് നേടിയിരിക്കണം. അപ്പോൾ ഇവിടെ +2ലും 50% മാർക്ക് ടോട്ടലായിട്ട് നേടിയിരിക്കണം. കൂടാതെ മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ട്. അടുത്ത ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ്ഡ് 2 years വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് വൈസ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഫ്രം എഡ്യൂക്കേഷൻ ബോർഡ്സ് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി വിത്ത് 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ VHSC പഠിച്ചവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർ VHSCയിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. ടോട്ടലായിട്ട് 50% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ ഇപ്പോൾ +2 എക്സാം എഴുതി നിൽക്കുന്നവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ പറയുന്നത് +2 എഴുതിയിരിക്കുന്നവർക്ക് എന്താ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇവർ രണ്ടാമത്തെ ഫേസ് ആകുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഫേസിൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട. നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഫസ്റ്റ് ഫേസ് കഴിയുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടും. പക്ഷേ ഇത് പറയുന്നുണ്ട് മിനിമം 50% മാർക്ക് നമുക്ക് നേടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അടുത്തത് ഏജ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏജ് പറയുന്നത് 2003 നവംബർ 1 മുതൽ 2007 ഏപ്രിൽ 30 ജനിച്ചവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ 2003 നവംബർ 1 2007 ഏപ്രിൽ 30 ഈ ഒരു ഡേറ്റിൽ ജനിച്ചവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ മെറിറ്റൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യുന്നവർ എന്തായാലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അൺമാരീഡ് ആയിരിക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. അൺമാരീഡ് അല്ലാത്തവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾ മാരീഡ് ആയിട്ട് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എൻറോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ഇന്ത്യൻ നേവിക്കുണ്ട്. നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. അപ്പം ഡ്യൂറേഷൻ ഓഫ് സർവീസ് നമുക്കറിയാം അഗ്നിവീർ ആണ്. അപ്പം നേവി ആക്ട് 1957 അനുസരിച്ച് 4 വർഷത്തേക്കുള്ള പിന്നെ സർവീസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം 30 ദിവസത്തെ ഇയർലി ലീവ്, ഒരു വർഷത്തിൽ 30 ദിവസത്തെ ലീവായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ മെഡിക്കൽ സിക്ക് ലീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ പേ ആൻഡ് അലവൻസസ് താഴെ കൊടുക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഇവിടെ സാലറി പറയുന്നത് ഒന്നാമത്തെ വർഷം 30,000 രൂപയാണ്. അതിൽ കയ്യിൽ കിട്ടുന്നത് 21,000 രൂപയായിരിക്കും. പിന്നെ അഗ്നിവീർ സേവാ നിധിയിലേക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 9,000 രൂപ, നിങ്ങളുടെ സാലറി എന്നുള്ള 9,000 രൂപ, അങ്ങനെ ഒരു വർഷം മീൻസ് ഒരു മാസം 18,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സേവാനിധിയിലേക്ക് മാറ്റും. അങ്ങനെ രണ്ടാമത്തെ വർഷം 33,000 രൂപ, 23,100 കയ്യിൽ കിട്ടുന്നു. 9,990 രൂപ നിങ്ങളുടെ സേവാനിധിയിലേക്ക്. അങ്ങനെ 4 വർഷത്തേക്കുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സർവീസ് നിങ്ങൾ 4 വർഷം സർവീസ് കഴിയുമ്പം 5.02 lakh പ്ലസ് 5.02 lakh നിങ്ങളുടെ കയ്യിൽ ഈ ഒരു 4 വർഷം സർവീസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോരുമ്പോൾ കിട്ടുന്നതായിരിക്കും.
കൂടാതെ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കവർ, പിന്നെ ഡെത്ത് കോമ്പൻസേഷൻ, ഡിസേബിലിറ്റി കോമ്പൻസേഷൻ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് എൻറോൾമെൻറ്റ് ആസ് സെയിലേഴ്സ്. അപ്പം റെഗുലർ കേഡറിലേക്ക് നിങ്ങൾ മാറും. അതായത് 4 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാച്ചിലെ 25% ആൾക്കാരെ പെർമനൻ്റ് ആക്കും. ദാറ്റ് മീൻസ് സെയിലറിലോട്ട് മാറ്റും. നിങ്ങൾ ആദ്യം ഉണ്ടാകുന്നത് അഗ്നിവീർ എന്ന ഒരു പൊസിഷനിലായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സെയിലർ റാങ്കിലേക്ക് നിങ്ങളെ മാറ്റുന്നതായിരിക്കും. അപ്പം അതിൽ 25%, അതായത് 100 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 25 പേരെ പിന്നെ പെർമനൻ്റ് ആക്കും 4 വർഷത്തെ കംപ്ലീറ്റ് സർവീസിന് ശേഷം. ഓക്കെ. നെക്സ്റ്റ് നേവൽ പെൻഷൻ റെഗുലേഷൻസ് ആൻഡ് ഗ്രാറ്റുവിറ്റി. നിങ്ങളിപ്പം അഗ്നിവീർ കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷനൊന്നും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് എക്സ് സർവീസ്മെൻ സ്റ്റാറ്റസിനെ പറ്റി പറയുന്നുണ്ട്. അഗ്നിവീർ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ എക്സ് സർവീസ്മെൻ സ്റ്റാറ്റസ്. അഗ്നിവീറുകൾക്ക് എക്സ് സർവീസ്മെൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ മെഡിക്കൽ ആൻഡ് CST ഫെസിലിറ്റീസ്, നമുക്ക് അഗ്നിവീർ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഒരു CST ഫെസിലിറ്റീസും മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സെലക്ഷൻ പ്രോസസ്സ് അഗ്നിവീർ 2024 സെലക്ഷൻ പ്രോസസ്സ് 2 സ്റ്റെപ്പുകളായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. അപ്പം അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളുടെ എക്സാം ഉണ്ട്, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് INET. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്തത്. അത് ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പം ഓൺലൈൻ എക്സാമിനേഷന് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിൽ ഒരു കട്ട് ഓഫ് ഇട്ടതിന് ശേഷമാണ് സ്റ്റേജ് 2ലേക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ 2 സ്റ്റേജായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഷോർട്ട് ലിസ്റ്റിംഗ്, അത് നിങ്ങൾ എക്സാം എഴുതിയിട്ടാണ് ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഓക്കെ. ഇനി നമ്മൾ സ്റ്റേജ് 1 പിന്നെ INET ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷനുകൾ ഉണ്ടാവും. പിന്നെ അതിലുണ്ടായിരിക്കുന്ന പിന്നെ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ദാറ്റ് ഓഫ് +2, അതായത് +2 സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അഗ്നിവീർ navy.cdac.in എന്ന വെബ്സൈറ്റിലോ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് നേവി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ടൈം 1 hour ആയിരിക്കും. പിന്നെ അതിൽ നെഗറ്റീവ് മാർക്ക് പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു Fൽ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ എക്സാമിൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സയൻസ്, ജനറൽ അവയർനെസ് എന്നിവ ഓരോന്നിലും നമ്മൾ പാസ്സായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാർക്കിൽ നിന്നും 0.25 മാർക്ക് കുറയ്ക്കുന്നതായിരിക്കും. പിന്നെ സെൻറ്റർ അലോക്കേഷൻ ഫോർ INET, അത് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റർ നേവിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ എക്സാമിനേഷൻ ഫീ ഇവിടെ പറയുന്നത് Rs 550 ആണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എക്സാമിനേഷൻ ഫീ ഉള്ളത്. പിന്നെ അതിന് കൂടെ 18% GST. അപ്പോൾ ടോട്ടൽ 650 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഫീസ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് 2 ആണ്. അതായത് PFT ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേജ് 2ലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റേജ് 1 നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പോൾ സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കേരളത്തിനുണ്ടാവുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല തമിഴ്നാട്ടിലുള്ളത്. അപ്പം കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റേജ് 1 പാസ്സായതിനു ശേഷമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. നെക്സ്റ്റ് ഇതെല്ലാം ഒറ്റ ദിവസം നടക്കുന്ന പ്രോസസ്സാണ്. റിട്ടൺ എക്സാമിനേഷനും പിന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷനും. ദെൻ ഇനി നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ക്വാളിഫൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ റണ്ണിങ് ഷൂ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കയ്യിൽ കരുതണം. അപ്പം ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് ടൈമിൽ വ്യത്യാസമുള്ളൂ. സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ മെയിലിന് 1.6 കിലോമീറ്റർ റണ്ണ് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ക്വാളിഫൈ ചെയ്താൽ മതി. അത് ഫീമെയിലിനാണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് 8 മിനിറ്റ് ടൈമുണ്ട്. പിന്നെ സ്ക്വാട്ട്സ്, അതായത് ഉത്തക് ബൈത്ത്
ആകുമ്പോഴത്തേക്ക് മെയിൽസിന് 20 എണ്ണമാണ്, ഫീമെയിലിന് 15 എണ്ണമാണ്. നെക്സ്റ്റ് പുഷപ്പ് മെയിൽസിന് 15 എണ്ണം, ഫീമെയിൽസിന് 10 എണ്ണം. അടുത്തത് ബെൻഡ് നീ സിറ്റപ്പ് മെയിൽസിന് 15 എണ്ണവും ഫീമെയിൽസിന് 10 എണ്ണം. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷനാണ്. അപ്പം നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അപ്പം മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി അൺഫിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് തെളിയിക്കണം. നെക്സ്റ്റ് മെറിറ്റ് ലിസ്റ്റാണ്. അപ്പം നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത് സ്റ്റേജ് 1ൻ്റെ മാർക്ക് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. സ്റ്റേജ് 2ലെ റിട്ടൺ എക്സാം, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അപ്പം നിങ്ങളുടെ SSRൻ്റെ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത്. ഇത് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് ഇവിടെയും പറയുന്നുണ്ട്, സ്റ്റേറ്റിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് വേരി ചെയ്യും. പിന്നെ ലാസ്റ്റ് INS ചിൽക്കയിൽ വെച്ചാണ് നിങ്ങൾ ട്രെയിനിങ്. അപ്പോൾ INS ചിൽക്കയിൽ വെച്ച് ഒരു മെഡിക്കൽ കൂടെ ഉണ്ടാവും. അപ്പം അവിടെ നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നല്ല ഫിസിക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ടൈമിൽ അൺഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ അത് ഫിറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ടാണ്. പിന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുണ്ടെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ അൺഫിറ്റ് ആയിരിക്കും. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ മിനിമം ഹൈറ്റ്, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ടാറ്റൂസ് പറയുന്നുണ്ട്. അപ്പോൾ പെർമനൻറ്റ് ടാറ്റൂസ് കൈയിൻ്റെ എൽബോയുടെ താഴെയുള്ള ഇന്നർ പാർട്ടിലുള്ള ടാറ്റൂസ് പെർമിസിബിൾ ആണ്. മറ്റ് ടാറ്റൂകളെല്ലാം അൺഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ട്രെയിനിങ് തുടങ്ങുന്നത് നവംബർ 2024 INS ചിൽക്കയിൽ വെച്ചിട്ടാണ്, ഒഡീഷയിൽ. പിന്നെ ഡിസ്ചാർജ് ആസ് അൺസ്യൂട്ടബിൾ. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നേവി നിങ്ങളെ തിരിച്ചയക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇവിടെ ടെൻഡേറ്റീവ് ഓൺലൈൻ എക്സാം സ്റ്റേജ് 1ൻ്റെ ഓൺലൈൻ എക്സാം ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024 ജൂൺ ഓർ ജൂലൈയിലാണ് എക്സാം വരുന്നത്. പിന്നെ നിങ്ങളുടെ കോളപ്പ് ലെറ്റർ നിങ്ങളെ വെബ്സൈറ്റിലൂടെ ഡൗൺലോഡ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നില്ല. അപ്പോൾ അത് ഓർത്ത് നോക്കുക, എക്സാം വരുന്നത് ജൂൺ ഓർ ജൂലൈ 2024 നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതിപ്പോൾ തന്നെ നിങ്ങൾ സെറ്റാക്കി വെക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന ഇപ്പോൾ +2 ഉള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മാർക്ക് ഷീറ്റ്, ദെൻ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഇത് അക്ഷയ ത്രൂ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ പോയി എടുക്കാം. അപ്പോൾ താലൂക്ക് ഓഫീസിൽ ഡയറക്റ്റായി പോയാൽ കിട്ടില്ല. നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് വില്ലേജ് ഓഫീസിൽ ലെറ്റർ കിട്ടിയിട്ടാണ് താലൂക്ക് ഓഫീസിൽ പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അക്ഷയ ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വില്ലേജ് ഓഫീസിൽ അത് പോയിട്ട് പിന്നെ താലൂക്കിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റൊരു ID പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങൾ. ഫോട്ടോ ഉണ്ട്, ഫോട്ടോൻ്റെ ഫോർമാറ്റ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കരുതണം. നെക്സ്റ്റ് ഹൗ ടു അപ്ലൈ ആണ്. അപ്പം ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 2024 മെയ് 13 മുതൽ 2024 മെയ് 27 വരെയാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അപ്പം ഏപ്രിൽ 24 ശേഷം എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൈസ് പറയുന്നുണ്ട്, സൈസ് 10 KB to 50 KB സൈസിലുള്ള ഫോട്ടോ ആയിരിക്കണം. പിന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. തലയിൽ ക്യാപ്പോ പിന്നെ തലപ്പാവോ ഒന്നും ധരിക്കാൻ പാടില്ല. സിഖ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ തലപ്പാവ് ധരിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫ് ഈസ് ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് എ ബ്ലാക്ക് സ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ ചെസ്റ്റ് വിത്ത് ഹെർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൺ ക്ലിയർലി റിട്ടൺ ഓൺ ഇറ്റ് വിത്ത് വൈറ്റ് ചോക്ക് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ചെസ്റ്റിൽ ബ്ലാക്ക് സ്ലേറ്റ് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര്, ഫോട്ടോ എടുത്ത തീയതിയാണ് വേണ്ടത്, ഫോട്ടോ എടുത്ത തീയതിയും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. അപ്പം അത്തരത്തിലുള്ള ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്.
പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക 2024 മെയ് 27. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നേവിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.